ക്ഷമ വയ്ക്കണല്ലേ? കൈ വെച്ചോണ്ട് അപ്പൊ നിന്റെ കൈ വന്നതല്ലേ എങ്ങനെ അടിക്കാതിരിക്കും? ഞാനൊന്നും ചെയ്തില്ല. പഠിച്ചു വെച്ചു നിന്റെ കൂടെ കൂടിയതുകൊണ്ടാ ചരിത്രം ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ അവന്റെ ഇഷ്ടത്തിൽ നടക്കും. ഭർത്താവിന് വേണ്ടി ഓവറായി സംസാരിച്ചിട്ട് പോയ അവളെ വെറുതെ വിടില്ല. ഇവളുടെ ഭർത്താവ് ഒന്നിച്ചധിക കാലം കഴിയില്ല. അതിന് വേണ്ടത് ചെയ്യും ഞാൻ. സുഭാഷ് ചോദിച്ചു എന്താ പ്ലാൻ? ശരത്ത് നമ്മുടെ കയ്യിലുണ്ടല്ലോ. സച്ചിയുടെയും ദേവതയുടെയും ജീവിതത്തിൽ എന്ത് നടക്കണം എന്ത് നടന്നുകൂടാന്ന് ഇനി മുതൽ ഞാൻ തീരുമാനിക്കും. അടിക്കണമായിരുന്നു അവിടെ. സുഭാഷ് അവിടെ പറഞ്ഞു അന്ന് സച്ചി നിങ്ങളെ ഇട്ട് പെരുമാറി. ഇന്ന് അവന്റെ ഭാര്യ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പുറത്തിറങ്ങി നിങ്ങൾക്ക് അപമാനമല്ലേ? അങ്ങനെ പറയാം. നിങ്ങളത് മറ്റാരോട് പറയുന്നു. പറഞ്ഞ നിങ്ങളുടെ കൈയും കാര്യം ഞാൻ തല്ലി പിടിക്കും. സുഭാഷ് അവിടെ പറഞ്ഞു ഞങ്ങളാരോടും പറയില്ല. പക്ഷെ ശരത്തിനോട് നിങ്ങളത് പറഞ്ഞിരിക്കണം. അദ്ദേഹം നിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിന്നോട് പറയാം. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ചെരുപ്പൂരി നിന്നെ അടിക്കും ഞാൻ. നിന്റെ പല്ല് താഴെ എല്ലാവരുടെ മുന്നിൽ നീ നാണം കെടും. പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നിനക്ക് അടങ്ങിയിരുന്നാൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ കിട്ടും നിനക്ക്. അധ്വാനിച്ച് നേർവഴിക്ക് പണം ഉണ്ടാക്കിയ ജീവിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് കൂടി വേണ്ടിയാ അദ്ദേഹം ജീവിക്കുന്നത്. നിന്നെ പോലെ അല്ല അദ്ദേഹം. നിങ്ങളങ്ങനെ വിശ്വസിച്ചു. പക്ഷെ അവൻ അങ്ങനെ ഒരിടത്തല്ല. കുടിച്ചിട്ട് കണ്ണി കണ്ടവരൊക്കെ അടിക്കുക. അതാണ് അവന്റെ ഹോബി. ശരത്തിന് അവൻ എന്തൊക്കെയാ പറഞ്ഞാൽ മതിയാവും. അദ്ദേഹത്തിന് ശരത്തിനെ ശാസിക്കാനുള്ള അവകാശമുണ്ട്. എന്തോ ദേഷ്യത്തിൽ ആലോചിക്കാതെ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ദേഷ്യത്തില്ല. ആരെന്ത് പറഞ്ഞാലും നന്നായിട്ട് അറിയാം. നിനക്കിപ്പോ നല്ല സമയം. അതുകൊണ്ട് അദ്ദേഹത്തോട് ഇങ്ങനൊക്കെ പെരുമാറിയിട്ട് നീ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. സച്ചേട്ടൻ ആരാണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നേ. ഞങ്ങളുടെ ഏരിയയില് ഗജാനന്ദൻ എന്ന് പറയുന്ന ഒരു കൊള്ളപ്പലിശക്കാരനുണ്ടായിരുന്നു. നിന്നേക്കാൾ വലിയ ക്രിമിനലായിരുന്നു അവൻ. ഇന്നവൻ എവിടെയാണെന്ന് നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്. സച്ചിയേട്ടൻ അടിച്ച അടിയോടെ അവൻ അടങ്ങി. സച്ചിയേട്ടനെ ഭയന്ന് ചുരുട്ടുകൂടി കിടക്കാപ്പോ. നീയൊക്കെ എന്റെ സച്ചിയേട്ടന്റെ മുന്നിൽ ഒന്നുമല്ല. വേറുപോലെ കീടം. നീ എന്തിനാ എന്റെ അനിയനെ കൂടെ നിർത്തുന്നേ? നീ അവനെ വിട്ടേക്ക്. അവൻ പഠിക്കുന്ന പയ്യൻ. അവന്റെ ഭാവി നശിപ്പിക്കുന്നു. ഇനി നീ എന്റെ ഭർത്താവിന്റെ വഴിയിൽ കുറുകെ വന്ന അദ്ദേഹം തന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിന്നോട് പറയാം. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ചെരുപ്പൂരി നിന്നെ അടിക്കിച്ചു. നിന്റെ പല്ല് താഴെ എല്ലാവരുടെ മുന്നിൽ നീ നാണം